വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അടുത്ത ബന്ധുവിന് ഉയർന്ന പദവിയിൽ നിയമനം. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. എന്നാൽ DCC ജനറൽ സെക്രട്ടറിയായ ബെന്നി തോമസിന്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വാദം. ഇടത് സർക്കാരിന്റെ കാലത്ത് PK ശ്രീമതിയും EP ജയരാജനും KT ജലീലും നടത്തിയ ബന്ധുനിയമനം UDF നേതൃത്വം ശക്തമായി വിമർശിച്ചതാണ്. ഇതിന് സമാനമാണ് വൈദ്യുതി മന്ത്രിയുടെ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയത് എന്നാണ് വിമർശനം. ഇന്നലെ വൈകിട്ടാണ് സ്റ്റാഫ് അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. KPCC പ്രസിഡന്റായപ്പോൾ സണ്ണി ജോസഫിന്റെ സഹായിയായി കൂടെ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുദീപ് ജെയിംസ് ഉൾപ്പെടെ 13 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച് ഉത്തരവിറക്കിയത്. ബെന്നി നിലവിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ നിയമനം സ്വജനപക്ഷപാതമെന്ന് CPIM കുറ്റപ്പെടുത്തി. VD സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KPCCയും പറയട്ടെ, KPCC പ്രസിഡന്റ് കൂടിയായിട്ട് തുടരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സ്വജനപക്ഷപാതപരമായ ഇത്തരത്തിലുള്ള നിയമനം ശരിയോ തെറ്റോ എന്ന കാര്യം അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വ്യക്തത വരുത്തട്ടെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സണ്ണി ജോസഫും ബെന്നിയും ബന്ധുക്കളാകുന്നതിന് മുൻപേ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. ബെന്നി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പേരാവൂരിലെ കോൺഗ്രസ് പരിപാടികളുടെ മുഖ്യ സംഘാടകനായും ബെന്നി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.